രാജ്യത്തെ ട്രെയിനുകളിലെ ജനറൽ ടിക്കറ്റ് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇനി തോന്നിയതുപോലെ ജനറൽ ടിക്കറ്റ് എടുത്ത് കിട്ടുന്ന ട്രെയിനുകളിൽ കയറി യാത്ര ചെയ്യാമെന്ന് കരുതണ്ട. ജനറൽ ടിക്കറ്റ് മാർഗനിർദ്ദേശങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ പ്രകാരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം ജനറൽ ടിക്കറ്റുമായി ഏതെങ്കിലും ട്രെയിനിന്റെ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന രീതി ഇനി നടക്കില്ല. ഇനി മുതൽ യാത്രക്കാർക്ക് കയറേണ്ട ട്രെയിനും ജനറൽ ടിക്കറ്റുകളിൽ രേഖപ്പെടുത്തി നൽകും. ആ ട്രെയിനുകളിൽ മാത്രമേ ഇനി ജനറൽ ടിക്കറ്റുമായി യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം. എവിടേക്കെങ്കിലും യാത്ര പോകേണ്ട സാഹചര്യങ്ങളിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ജനറൽ ടിക്കറ്റ് എടുത്തുള്ള യാത്ര പലരുടെയും പതിവാണ്. നിരവധി ആളുകളാണ് ദിവസേന ജനറൽ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ അത്തരക്കാർക്ക് തിരിച്ചടിയാവുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റങ്ങൾ. ജനറൽ ടിക്കറ്റുകളിൽ യാത്ര ചെയ്യേണ്ട ട്രെയിൻ ഏതാണെന്ന് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജനറൽ ടിക്കറ്റുകൾക്ക് സമയപരിധിയും ഉണ്ടായിരിക്കും. ജനറൽ ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂറിനുള്ളിൽ യാത്ര ആരംഭിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട ട്രെയിനിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും. നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർശനമായ പരിശോധനകളും ആരംഭിക്കും. അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നീക്കം. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുന്നതിനും മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ലക്ഷ്യമിട്ടുമാണ് ജനറൽ ടിക്കറ്റ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്.